ഇന്നൊരു അത്ഭുതകരമായ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ആഗ്രഹവും വളരെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ സാധിക്കും. ഇത് വളരെ ചെറിയൊരു കാര്യമാണ്. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആയാലും, പണവുമായി ബന്ധപ്പെട്ടതോ, പ്രണയ പ്രശ്നമോ, വീട് വാങ്ങാനോ, വീട് വിൽക്കാനോ, കോടതി കേസ് ജയിക്കാനോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നം എന്തുമായാലും വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ വളരെ പ്രത്യേകതയുള്ളതാണ്. വളരെ വളരെ പ്രത്യേകതയുള്ളത്. ഇതിനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. വെറും 2 മിനിറ്റ് മാത്രം മാറ്റിവെക്കുക. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ വീട്ടിൽ സാധാരണയായി ഉണ്ടാകുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളിയും ഒരു പേനയും മാത്രമാണ്. ഏത് പേനയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ കറുത്ത പേന ഉപയോഗിക്കരുത്. ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ ഏത് ആഗ്രഹവും സഫലമാക്കാം. അത് എത്ര പഴയ ആഗ്രഹമോ എത്ര ബുദ്ധിമുട്ടുള്ള ആഗ്രഹമായാലും പ്രശ്നമില്ല. അതിനാൽ വീഡിയോയുടെ അവസാനം വരെ തീർച്ചയായും കാണുക. ഈ മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ പൂർത്തിയാക്കണം എന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ എൻ്റെ ചാനൽ പുതുതായി കാണുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങളെ സഹായിക്കുന്ന എന്തെങ്കിലും അതിലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലോട്ട് കടക്കാം. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. പക്ഷേ ഈ ചെറിയ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതിനാൽ വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കുക. നിങ്ങൾ എത്ര ശ്രദ്ധയോടെയാണ് എൻ്റെ വാക്കുകൾ കേൾക്കുന്നത് എന്ന് അറിയാനാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നവരാണെങ്കിൽ ഇന്നത്തെ കമന്റ് സെക്ഷനിൽ നിങ്ങളൊരു ഹൃദയത്തിന്റെ ചിഹ്നം മാത്രം ഇടണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ വ്യക്തമായി മനസ്സിലായെന്ന് എനിക്ക് അറിയാൻ കഴിയും. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയാം. എപ്പോൾ ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എല്ലാം വിശദമായി പറയാൻ പോവുകയാണ്. അതിനാൽ നിങ്ങൾക്ക് ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. ആദ്യം എല്ലാവരുടെയും വീട്ടിൽ ഒരു തീപ്പെട്ടി ഉണ്ടാവും അല്ലേ? ഈ മാനിഫെസ്റ്റേഷനിൽ ആദ്യം നിങ്ങൾ ഒരു പ്രധാന ആഗ്രഹം തിരഞ്ഞെടുക്കണം. ഉദാഹരണത്തിന് പണമാകാം, ജോലിയാകാം, അല്ലെങ്കിൽ വീടാകാം, പ്രണയമാകാം. എന്താണ് എന്ന് ആദ്യം തീരുമാനിക്കണം. തുടർന്ന് ആ തീപ്പെട്ടി എടുക്കുക. അത് എല്ലാവരുടെ വീട്ടിലും 100% ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ മുൻഗണന എന്താണ് എന്ന് തീരുമാനിക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ മുൻഗണന ജോലിയാണെങ്കിൽ തീപ്പെട്ടിക്കുള്ളിലെ ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്ത് അതിൽ കറുപ്പൊഴികെ മറ്റേത് നിറത്തിലുള്ള പേന ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിൽ ജോബ് എന്ന് എഴുതുക. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു തീപ്പെട്ടിക്കൊള്ളിയിൽ മണി എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റൊരു തീപ്പെട്ടിക്കൊള്ളിയിൽ ജോബ് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു വാക്ക് മാത്രം എഴുതണം. മുഴുവൻ ഡീറ്റെയിൽസ് എഴുതേണ്ട കാര്യമില്ല. ഇത് വളരെ ചെറിയ ഒരു തീപ്പെട്ടിക്കൊള്ളിയാണ്. അതിൽ വലിയ കാര്യങ്ങൾ എഴുതാൻ സാധിക്കില്ല. ഇനി ഇത് ഏത് ദിവസമാണ് ചെയ്യേണ്ടത് എന്ന് പറയാം. ഇത് ഏത് ദിവസവും ചെയ്യാം. പ്രത്യേക ദിവസമോ നിയമമോ ഒന്നുമില്ല. തിങ്കളാഴ്ച ചെയ്യണം, ബുധനാഴ്ച ചെയ്യണം, ശനിയാഴ്ച ചെയ്യണം എന്നിങ്ങനെ യാതൊരു നിയന്ത്രണവുമില്ല. ഇനി ഇത് ഏത് സമയത്ത് ചെയ്യണം? ഏറ്റവും നല്ല സമയം രാത്രി 7 മണി മുതൽ 10 മണി വരെയാണ്. അതായത് രാത്രി 7-നും 10-നും ഇടയിൽ ഇത് ചെയ്യണം. ഏത് ദിവസമായാലും പ്രശ്നമില്ല. ഇനി എന്താണ് എഴുതേണ്ടത്? നിങ്ങൾക്ക് പണം വേണമെങ്കിൽ മണി എന്ന് എഴുതുക. ജോലി വേണമെങ്കിൽ ജോബ് എന്ന് എഴുതുക. വീട് വേണമെങ്കിൽ ഹോം എന്ന് എഴുതുക. പ്രണയവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ലവ് എന്ന് എഴുതുക. ഇങ്ങനെ ഒരു വാക്ക് മാത്രം എഴുതണം. അതിനുശേഷം ആ തീപ്പെട്ടിക്കൊള്ളി നിങ്ങളുടെ കയ്യിൽ പിടിക്കണം. ഈ തീപ്പെട്ടിക്കൊള്ളി കയ്യിൽ പിടിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് നിങ്ങൾ മണി എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണം: എനിക്ക് പല വഴികളിൽ നിന്നും പണം ലഭിക്കുന്നു. എനിക്ക് 1000 രൂപ ലഭിക്കുന്നു, എനിക്ക് 5000 രൂപ ലഭിക്കുന്നു, എനിക്ക് 1,00,000 രൂപ ലഭിക്കുന്നു. ആ പണം ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിൽ കാണുക. അതുപോലെ നിങ്ങൾ ജോലിയെക്കുറിച്ചാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിക്ക് പോവുകയാണ്, ഇതെന്റെ പുതിയ ജോലിയാണ് എന്ന് ചിന്തിക്കുക. എനിക്ക് വളരെ നല്ല സഹപ്രവർത്തകരുണ്ട് എന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് വീട് വേണമെങ്കിൽ എൻ്റെ മനോഹരമായ വീട് ഇതാണ്, ചുവരുകളുടെ നിറം ഇതാണ്, വീടിന് മുൻപിലായി നല്ല ഭംഗിയുള്ള പൂന്തോട്ടമുണ്ട്, എൻ്റെ ബെഡ്റൂം ഈ ഭാഗത്താണ്, അവിടെ എന്തെല്ലാം ഫർണിച്ചറുകളുണ്ട്, ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ കാണുക. അങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം സമയം നൽകാൻ കഴിയുമോ അത്രയും സമയം ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.
അത് 1 മിനിറ്റ് ആകാം, 2 മിനിറ്റ് ആകാം, 3 മിനിറ്റ് ആകാം. മാക്സിമം 5 മിനിറ്റ് വരെ നിങ്ങൾ ഇതിനായി മാറ്റിവെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ആ തീപ്പെട്ടിക്കൊള്ളി എടുത്ത് കത്തിക്കുക. നിങ്ങൾ എഴുതിയിരിക്കുന്ന ഭാഗം എത്തുന്നത് വരെ അത് കത്തിക്കണം. കൈ പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതെ പോയാൽ കൈ തന്നെ പൊള്ളിപ്പോകും. അതിനാൽ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ എഴുതിയിരിക്കുന്ന ഭാഗത്ത് തീ എത്തുന്ന ഉടൻ അത് അണയ്ക്കുക. അതായത് നിങ്ങൾ എഴുതിയ ഭാഗം വരെ കത്തിയാൽ ഉടൻ അണയ്ക്കണം. കൈയോ ശരീരമോ പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശേഷിക്കുന്ന തീപ്പെട്ടിക്കൊള്ളി നിങ്ങൾക്ക് തോട്ടത്തിലോ മണ്ണിലോ കുഴിച്ചിടാം. നിങ്ങളുടെ വീട്ടിലൊരു തോട്ടമോ പൂച്ചട്ടിയോ മണ്ണുള്ള ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇത് ഇടാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് സൂക്ഷിച്ചു വെച്ച് അടുത്ത ദിവസം രാവിലെ പുറത്തേക്ക് കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചിട്ടാലും മതി. അതേ രാത്രി തന്നെ കുഴിച്ചിടാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. രാത്രി 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് അത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വീടിന്റെ ടെറസിലോ ബാൽക്കണിയിലോ ആയിട്ട് മണ്ണുള്ള ഭാഗം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇത് കുഴിച്ചിടാവുന്നതാണ്. ഇതിന് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള ആ ചെറിയ തീപ്പെട്ടിക്കൊള്ളി മണ്ണിൽ കുഴിച്ചിടുമ്പോൾ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ ചിന്തിക്കുക. ഞാൻ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ഇതോടൊപ്പം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവുകയാണ് എന്ന് ചിന്തിക്കുക. ഇത് മനസ്സിൽ ഉറപ്പായും ചിന്തിക്കണം. തീപ്പെട്ടിക്കൊള്ളി കത്തുമ്പോൾ തന്നെ ഇതിനൊപ്പം എൻ്റെ ആഗ്രഹവും സഫലമാവുകയാണ് എന്ന് ചിന്തിക്കുക. ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് നേടാൻ സാധിച്ചിരിക്കുന്നു. എനിക്ക് ആവശ്യത്തിന് പണം ലഭിക്കുന്നു. എൻ്റെ പ്രണയബന്ധം വിജയകരമായി നടക്കുകയാണ് എന്നെല്ലാം ചിന്തിക്കുക. ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരേ സമയം നിങ്ങളുടെ മനസ്സിൽ ഒന്നിലധികം ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയും വേണം, പണവും വേണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആദ്യം നിങ്ങളുടെ മുൻഗണന എന്താണ് എന്ന് തീരുമാനിക്കുക. ജോലിയാണോ, പണമാണോ, അല്ലെങ്കിൽ വീട് വെക്കണോ, അത് ജോലിയാണോ? അപ്പം ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ജോലി കിട്ടിയാൽ പിന്നീട് നമുക്ക് പണം ലഭിക്കും. അതുവഴി നമുക്ക് വീടും വെക്കാൻ സാധിക്കും. അതിനാൽ ആദ്യം നിങ്ങളുടെ മുൻഗണന എന്താണ് എന്ന് വ്യക്തമായി തീരുമാനിക്കുക. ആദ്യം ഒരു ആഗ്രഹം പൂർത്തിയാക്കുക, പിന്നീട് രണ്ടാമത്തേത്, പിന്നെ മൂന്നാമത്തേത്, നാലാമത്തേത് എന്നിങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം, അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം, അല്ലെങ്കിൽ 15 ദിവസത്തിൽ ഒരിക്കൽ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ദിവസവും ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരേ കാര്യം ദിവസം ചെയ്യുമ്പോൾ അതിനോടുള്ള അതിയായ ആകാംക്ഷ പ്രകടമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഒരു ആഗ്രഹത്തിന് പിന്നിൽ അമിതമായി ഓടേണ്ടതില്ല. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. അതിനുശേഷം അത് മറന്നു കളയുക. ഞാൻ നിങ്ങളോട് പറയുന്ന എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ സാങ്കേതിക വിദ്യകളിലും പറയുന്നത് പോലെ തന്നെയാണ്. ഇതാണ് ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ മാജിക്. ഇതിലൂടെ എത്ര ബുദ്ധിമുട്ടുള്ള ആഗ്രഹമായാലും നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സിൽ ഹാർട്ട് ഇടാൻ മറക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉടൻ തന്നെ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.